എവിടെ കുത്തിയാലാണ് എളുപ്പം മരിക്കുക എന്നാണ് RSS ശാഖകളിൽ പഠിപ്പിക്കുന്നതെന്ന് MV ഗോവിന്ദൻ. നേരാമണ്ണം പഠിക്കാത്തതിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം 51 വെട്ടേണ്ടി വന്നത്. അല്ലേടാ ബാലപ്പാ? എടേയ് പ്രാതേയ്, എന്തൊരു മാമാ ചുമ്മാ. എടാ ബാലപ്പാ, നീ ഇരിയടാ, ഞാൻ നമ്മളാ സുഭാഷിനെ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ, എടാ മക്കളെ, മാമനാണ് കരിക്കാൻ കമലാസനെ. ഇന്നലെ മക്കൾ വന്ന് മാമനെ അന്വേഷിച്ചിട്ട് വയ്യെന്ന് നിന്റെ മാമി പറയുന്നതായിട്ട്. എന്താ കാര്യം? ഗണേഷ് കുമാര ഈ ചെറുക്ക എന്തര് ഗണേഷ് കുമാരനല്ല, മാമേ, കമലാസന മാമേ. നിന്റെ പുതിയ പരിഷ്കാരം നമ്മൾ കണ്ട് വാർത്തകളിൽ. എനിക്ക് വയ്യ, അത് വാർത്തയിലും കാണിച്ചാടാ. അതായത് അടുത്ത മാസം മക്കളെ കാണാൻ വേണ്ടി അമേരിക്കയിലോട്ട് പോന്ന്. ഞാൻ ഒരു ജീൻസും വാങ്ങിച്ച്, നിന്റെ മാമിക്ക് ഒരു ചുരിദാറും വാങ്ങിച്ച്. അത് വാർത്തയിലും കാണിച്ചാടാ. നിഷേധിച്ചിട്ടൊന്നുമില്ല, നിന്റെ വായിന്നല്ല കേട്ടത്, അത് ഞാൻ കണ്ടില്ല. അയ്യോ, ഈ ചെറുക്കൻ ആള് മാറിപ്പോയെന്ന് തോന്നണല്ലേ. ചാനലുകാർ പറഞ്ഞു ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നൊരു പരസ്പരം സംസാരിച്ച പിറ്റിയടിക്കുന്നു. ഓ, നീ നമ്മളെ ബാലകൃഷ്ണന്റെ മോൻ ഗണേശൻ്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന. സംസാരിച്ച് മാമനെയും കാക്കട്ടെ. എന്തൊരു കിഴങ്ങടാ മരകൂളെ. എടേ അങ്ങനെ പറയരുത്. ഒരു മന്ത്രിയാണ്, ഒരു ബഹുമാനമൊക്കെ കൊടേ. നീ ഭയങ്കര റൈഡറാണ്. കാർ ഓട്ടിക്കും, പ്ലെയിൻ ഓട്ടിക്കും, ട്രെയിൻ ഓട്ടിക്കും, കപ്പൽ ഓട്ടിക്കും, എന്തൊരു വണ്ടി കിട്ടിയാലും ഓട്ടിക്കും എന്ന് പറയുന്ന, എല്ലാത്തിനും ലൈസൻസ്, JCB ഓട്ടിക്കും. ഭയങ്കര റൈഡറാണല്ലേ നീ. അത് ശരി തന്നെ നീ പറഞ്ഞത്. ഏത് വണ്ടി കിട്ടിയാലും അവൻ അന്തത്തായിട്ട് ഓട്ടിക്കും. ഏതോ ഒരു വണ്ടി ഓട്ടിക്കാൻ പോയപ്പോഴാണ് മോണ്ടയൊക്കെ അടിച്ച് കീറി മോണ്ടയിൽ നീരൊക്കെ ആയിട്ട് വന്നത്. നിനക്കറിഞ്ഞൂടെ? ഈ കോ റൈഡർ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയാമോ നിനക്ക്? അതെങ്ങനെ അറിയാം, കോ റൈഡർ? അപ്പൊ ഒറ്റയ്ക്കല്ലേ വണ്ടി ഓടിക്കാൻ പോകൂ? ഒരു ബൈക്ക് ഓടിക്കുമ്പോഴായാലും ഒരു കാർ ഓടിക്കുമ്പോഴായാലും ഫ്രണ്ട് സീറ്റിൽ കൂടെ ഇരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വം എന്തെന്ന് അറിയാമോ നിനക്ക്? കൂടെ ഇരിക്കണവൻ എന്തെങ്കിലും തമാശവും വർത്താനവും ഒക്കെ പറഞ്ഞ് മറ്റേ ഡ്രൈവർ ഉറങ്ങാതിരിക്കാൻ നോക്കും. ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നീ ചിന്തിച്ചു നോക്കിയാണ്, എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും വണ്ടി ഓടിച്ചു വരണം, കൂടെ ഇരിക്കണവൻ ഉറങ്ങാൻ പാടുണ്ടോ? അവൻ പരസ്പരം എൻഗേജ് ചെയ്തിരിക്കണം. പലതൊക്കെ സംസാരിച്ച് ഡ്രൈവർക്ക് ഉറക്കം വരും. ഒരുപാട് ദൂരം ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ വണ്ടി ഓടിക്കും, ഉറക്കം വരും. അപ്പോൾ അവന് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതേണക്ക് ഇവിടെ ബൈക്കിലും കിഴങ്ങ പരസ്പരം സംസാരിച്ചൊക്കെ ഇരുന്നാലേ ഉറക്കം വരാതെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിലിരിക്കുന്ന സംസാരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ അപകടം ഉണ്ടാവണേന്ന്. ഇവൻ പറയണ എല്ലാം കോമഡിയാണ്. ഇവനെന്നല്ല, ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പല ഗുണവധികാരങ്ങളും വന്ന് പറയണത് ഇതാണ്. ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ, കൂളിംഗ് പേപ്പർ ഒട്ടിച്ചത് കൊണ്ടാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. എവിടെ വല്ല ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കും, അകത്ത് കാണാൻ പറ്റില്ല, അത് സമ്മതിക്കാം. മനസ്സിലായി? അവന് 2 വീലറിൽ പോകുന്നവർ പരസ്പരം സംസാരിച്ചിട്ട് മരവാഴ നിന്നെ വേറെ എന്തൊരു വിളിക്കാൻ, ഇത്തിരി പോലെ തലയ്ക്കാത്ത ആളവംശം ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത്. നിന്റെ കാര്യങ്ങളെ ഇവിടുത്തെ ഈ റോഡ് നിയമങ്ങളൊക്കെ ഒന്ന് ശരിയാക്കടേ. പിന്നെ KSRTC-കാർക്ക് ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞു, അതൊക്കെ കൊടുക്കാൻ നോക്കും. KSRTC ലാഭത്തിലാക്കി. ഇങ്ങനത്തെ കിഴങ്ങ് ഇവന്റെ പരിപാടി എന്ന് വെച്ചാൽ ഈ ചാനലുകൾ നിറഞ്ഞു എന്നും ഓഫീസിൽ നിന്ന് വെളിയിറങ്ങാൻ കുറെ മൈക്കുകൾ വരണം, അവരെന്തെങ്കിലും പറയണം, ഇങ്ങനെ നിൽക്കണം, സോഷ്യൽ മീഡിയ അറ്റൻഷൻ വേണം, അതിന് വേണ്ടി നിൽക്കണം. ഇനി പണ്ടത്തരങ്ങൾ പറഞ്ഞ് നീ അവസാനം എന്തിരിക്കുന്ന അറിയാം? നിന്റെ വീട്ടിൽ ഒരു ചാനലിലൊരു പരിപാടിയുണ്ട്, കളിപ്പാട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, വണ്ടി, കാർ, ട്രെയിൻ. അതിന്റെ ഒരു ക്രൈസാണ് ഗണേഷ് കുമാറിന്റെ. അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ തോറ്റ് വീട്ടിൽ അത് ഉരുട്ടിയിരിക്കുക. മനസ്സിലായില്ലേ? ഇത് കണക്ക് പൊട്ടത്തരങ്ങൾ കാണിച്ചോണ്ടിരുന്നത്. മന്ത്രി റിയാസിന്റെ തോപ്പിക്കാനുള്ള പരിപാടിയാണ് മികച്ച മന്ത്രി എന്നുള്ള തന്നെ ആയിരിക്കില്ലല്ലേ? അല്ല, വല്ലാത്ത കഴിവേനട. അത് തന്നടേ ഗണേശ, വല്ലാത്ത കഴിവാത്ത കഴിവ് തന്നടേ. അത് വാ